ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മലയാളം ഓണം എക്സാമിന് ഈ വർഷത്തെ ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. SCERT പബ്ലിഷ് ചെയ്തൊരു ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രവർത്തനം ഒന്ന് നോക്കാം, വായിക്കാം, എഴുതാം എന്നുള്ളതാണ് അല്ലെ കൂട്ടുകാർ. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിർദ്ദേശങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കിയാലോ. വായിക്കാം, എഴുതാം. ഉണ്ണിക്കുട്ടൻ കരിക്കട്ട എടുത്തു. മൺചുവരിൽ നേരത്തെ വരച്ച എലിയുടെയും പൂച്ചയുടെയും തത്തയുടെയും ഇടയിൽ മറ്റൊരു ചിത്രം കൂടി വരച്ചു. തൊപ്പിവച്ച നീണ്ട താടിയും കയ്യിൽ മാന്ത്രിക വടിയുമായി നിൽക്കുന്ന മാന്ത്രികന്റെ ചിത്രം. നല്ലൊരു ചായ പെൻസിൽ വേണമെന്ന ആഗ്രഹം ഉണ്ണിക്കുട്ടനുണ്ട്. പക്ഷേ ഈ മോഹം അവൻ ആരോട് പറയും? തനിക്ക് ഭക്ഷണം തരാൻ തന്നെ പാടുപെടുന്ന മുത്തശ്ശിയോടോ? മോഹം ഉള്ളിലൊതുക്കി അവൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ ഒരു സ്വപ്നം അവനെ തേടിയെത്തി. അതാ പുകച്ചുരുളുകളിൽ നിന്ന് ഒരു താടിക്കാരൻ പ്രത്യക്ഷപ്പെടുന്നു. ഉണ്ണിക്കുട്ടൻ നേരത്തെ വരച്ച അതേ മാന്ത്രികൻ. ചുമരിലെ ചിത്രം പതുക്കെ ഇളകി. നേർത്ത മൂടൽമഞ്ഞു പോലെ മാന്ത്രികൻ ചിത്രത്തിൽ നിന്നിറങ്ങി ഉണ്ണിക്കുട്ടന്റെ മുന്നിലെത്തി. ഒരു സ്വർണ്ണ പെൻസിൽ അവന് സമ്മാനിച്ച് അപ്രത്യക്ഷനായി. ഞെട്ടിയുണർന്നപ്പോൾ മാന്ത്രികനെ കാണാനില്ല. അതാ സ്വർണ്ണ പെൻസിൽ മുന്നിൽ. ഇത് സത്യമാണോ? ഉണ്ണിക്കുട്ടന് വിശ്വാസം വന്നില്ല. ചുമരിൽ അവൻ സ്വർണ്ണ പെൻസിൽ കൊണ്ട് ഒരു പൂച്ചയുടെ ചിത്രം വരച്ചു. തീരേണ്ട താമസം പൂച്ച ചെവി ഇളക്കി, വാലിളക്കി, മീശുമിനിക്ക് ചുമരിൽ നിന്ന് മെല്ലെ ഇറങ്ങി വന്നു. മ്യാവൂ എന്ന് കരഞ്ഞുകൊണ്ട് ഉണ്ണിക്കുട്ടന്റെ കാലിൽ മുഖമുരസി പൂച്ച നടന്നുപോയി. അവൻ പിന്നെ കാക്കയുടെയും കുരങ്ങിന്റെയും ചിത്രം വരച്ചു. അപ്പോൾ ഒരു കഥയാണല്ലേ, വളരെ രസകരമായ ഒരു കഥയാണ് കൂട്ടുകാരെ നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനായി നോക്കാം. ഉണ്ണിക്കുട്ടന്റെ ആഗ്രഹം എന്തായിരുന്നു? ഒരു സ്വർണ്ണ വടി വേണം, ഒരു മാന്ത്രിക വടി വേണം, ഒരു നല്ല ചായ പെൻസിൽ വേണം, ഒരു പുതിയ വീട് വേണം. ഇതിലേതായിരുന്നു കൂട്ടുകാരെ ഉണ്ണിക്കുട്ടന്റെ ആഗ്രഹം? നമുക്കറിയാം, ഒരു നല്ല ചായ പെൻസിൽ വേണം എന്നുള്ളതാണല്ലേ. നമുക്ക് കഥ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ കൂട്ടുകാരെ, എന്താണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ ആഗ്രഹം? ഒരു നല്ല ചായ പെൻസിൽ വേണമെന്നുള്ളതാണ്. ദെൻ ചായ പെൻസിൽ വേണമെന്നുള്ള മോഹം ഉണ്ണിക്കുട്ടൻ ആരോടും പറയാത്തത് എന്തുകൊണ്ട്? പെൻസിലുകൾ ഇഷ്ടമില്ലാത്തത് കൊണ്ട്, മുത്തശ്ശിയുടെ കഷ്ടപ്പാട് അറിയാവുന്നത് കൊണ്ട്, അവൻ്റെ കയ്യിൽ വളരെയധികം പെൻസിലുകൾ ഉള്ളത് കൊണ്ട്, മാന്ത്രികനെ ഭയക്കുന്നത് കൊണ്ട്. എന്തുകൊണ്ടായിരുന്നു കൂട്ടുകാരെ? യെസ്, മുത്തശ്ശിയുടെ കഷ്ടപ്പാട് അറിയാവുന്നത് കൊണ്ടാണല്ലേ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കൂട്ടുകാർക്കും കിട്ടിയല്ലോ. ഓക്കെ, ഞാൻ സ്വപ്നത്തിൽ ഉണ്ണിക്കുട്ടന് സ്വർണ്ണ പെൻസിൽ നൽകിയതാര്? മുത്തശ്ശി, കാക്ക, പൂച്ച, മാന്ത്രികൻ. ആരായിരുന്നു കൂട്ടുകാരെ സ്വപ്നത്തിൽ ഉണ്ണിക്കുട്ടന് സ്വർണ്ണ പെൻസിൽ നൽകിയത്? മാന്ത്രികനാണല്ലേ. ആൻസർ എന്താണ്? മാന്ത്രികൻ. അടുത്ത ചോദ്യം നോക്കാം. സ്വർണ്ണ പെൻസിൽ കൊണ്ട് വരച്ച പൂച്ച എന്താണ് ചെയ്തത്? ചുമരിൽ തന്നെ ഇരുന്നു, ഉണ്ണിക്കുട്ടന്റെ കാലിൽ മുഖമുരസി, കരിക്കട്ടയെടുത്തു, മാന്ത്രികനെ വിളിച്ചു. എന്താ ചെയ്തത് സ്വർണ്ണ പെൻസിൽ കൊണ്ട് വരച്ച പൂച്ച? ഉണ്ണിക്കുട്ടന്റെ കാലിൽ മുഖമുരസിയല്ലേ. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. ചിത്രത്തിൽ നിന്നും ഉണ്ണിക്കുട്ടന്റെ മുന്നിലേക്ക് എങ്ങനെയാണ് മാന്ത്രികൻ എത്തിയത്? പുകച്ചുരുൾ പോലെ, പൂച്ചയെ പോലെ, നേർത്ത മൂടൽ മഞ്ഞു പോലെ, കരിക്കട്ട പോലെ. അപ്പൊ എങ്ങനെയാണ് മാന്ത്രികൻ എത്തിയതെന്ന് ഇവിടെ പറയുന്നുണ്ടല്ലേ. നോക്കൂ കൂട്ടുകാരെ, ചുമരിൽ നിന്ന് ഉണ്ണിക്കുട്ടന്റെ അവൻ പിന്നീട് എവിടെയാണ് പറയുന്നത്? നോക്കൂ, നേർത്ത മൂടൽ മഞ്ഞു പോലെ മാന്ത്രികൻ ചിത്രത്തിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ മാന്ത്രികൻ എങ്ങനെയാണ് വന്നത്? നേർത്ത മൂടൽ മഞ്ഞു പോലെ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, നേർത്ത മൂടൽ മഞ്ഞു പോലെ. ഓക്കെ, ഇനി പ്രവർത്തനം 2 എന്താണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ. നമുക്ക് താളത്തിൽ പാടാം, വരികൾ കൂട്ടിച്ചേർക്കാം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ കൂട്ടുകാരെ എന്ത് ചെയ്യുക? താളത്തിൽ പാടി നോക്കുക. അപ്പൊ ഇവിടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മാനത്തിൽ ചന്ദ്രൻ ഉണ്ടെന്ന് ചൊന്നത് ആരെന്റെ കൺമണി? ആരും ചൊല്ലിയതല്ലല്ലോ, കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ. കുയിൽ കൂകുന്നതുണ്ടെന്ന് ചൊന്നത് ആരെന്റെ കൺമണി? ആരും ചൊല്ലിയതല്ല, ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ. മുല്ലമൊട്ടു വിരിഞ്ഞതെന്ന് ചൊന്നതാരെന്റെ കൺമണി? ഇതാവും അടുത്ത വരി കൂട്ടുകാരെ. ആരും ചൊല്ലിയതല്ല, ഞാൻ മൂക്കാൽ മണത്തതല്ലയോ എന്നല്ലേ. അപ്പൊ ഈ 2 വരികളും കൂടി നമ്മൾ എഴുതി ചേർക്കണം അല്ലെ. ബാക്കിയുള്ള വരികളും കൂടി നമ്മൾ എഴുതി ചേർക്കണം. നമുക്ക് എന്ത് എഴുതാം? പായസത്തിന് മധുരമുണ്ടെന്ന് ചൊന്നതാരെന്റെ കൺമണി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? ആരും ചൊല്ലിയതല്ല, ഞാൻ നാവാൽ രുചിച്ചതല്ലയോ. അപ്പൊ ഇതുപോലെ കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഓക്കെ, ദെൻ പ്രവർത്തനം 3 കത്താണല്ലേ. അപ്പൊ മൈക്കൽ ചേട്ടന്റെ സൈക്കിളിലേറി ചന്ദ്രനിലെത്തിയ കുട്ടിയെ ഓർക്കുന്നില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ കൂട്ടുകാരെ? മാനത്തെ ചന്ദ്രനെയും എടുത്ത് കുട്ടി താഴേക്ക് പോന്നു. ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിളും എടുത്ത് സവാരിക്ക് ഇറങ്ങി. സവാരിക്കിടയിൽ ഭൂമിയിൽ കണ്ട കാഴ്ചകളെ കുറിച്ച് ചന്ദ്രൻ തന്റെ സുഹൃത്തായ മേഘത്തിന് കത്തെഴുതി. എന്തൊക്കെയാകും കത്തിലെ വിശേഷങ്ങൾ? എഴുതി നോക്കൂ. എന്തൊക്കെയായിരിക്കും കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് കത്ത് എങ്ങനെ എഴുതേണ്ടെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. എവിടെ കോർണറിലായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കോർണറിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡേറ്റും ഡേയും, അതായത് ഡേറ്റും മാസം ഒക്കെ എഴുതാമല്ലേ. ദെൻ എന്ത് ചെയ്യാം?
കഥ എഴുതുക അല്ലേ. അപ്പൊ എന്താണ്, ആർക്ക് എഴുതുന്ന കത്താണ് കൂട്ടുകാരെ? സുഹൃത്തായ മേഘത്തിനാണല്ലേ കത്തെഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിയ മേഘത്തിന് എന്നൊക്കെ എഴുതി എന്ത് ചെയ്യാം, എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്കൊരു കത്ത് മാതൃക നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഡേറ്റ് എഴുതുക. 15/8/2025. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് ഇവിടെ കോർണറിലായിട്ട് എഴുതുക. ദെൻ ആർക്കാണ് കത്ത് എഴുതുന്നത്? ചന്ദ്രനെയും കൂട്ടി ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിളും എടുത്ത് ഭൂമിയിൽ കണ്ട കാഴ്ചകളെ കുറിച്ച് ചന്ദ്രൻ തന്റെ സുഹൃത്തായ മേഘത്തിന് കത്തെഴുതുകയാണ് അല്ലേ. അപ്പം 15/8/2025. ദെൻ ഡേറ്റ് എഴുതി, ദെൻ സ്ഥലം എഴുതി, പ്രിയപ്പെട്ട മേഘത്തിന്. ഞാൻ എന്തെഴുതുന്നു, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഒരു കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആകാശത്ത് നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള ഭംഗിയല്ല ഭൂമിക്ക്. ഞാനിവിടെ താഴെ എത്തിയേക്കുമ്പോൾ കണ്ട കാഴ്ച എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. നിറയെ പൂന്തോട്ടങ്ങളും പച്ചപ്പും അങ്ങനെ ധാരാളം മരങ്ങളും വീടുകളും കുട്ടികളും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇവിടം. ഒരു ദിവസം എന്നോടൊപ്പം നീയും വരണേ. ആ കുട്ടി എന്നെ തിരിച്ച് ആകാശത്ത് എത്തിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെയൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം, ഒരു കത്ത് എഴുതാവുന്നതാണ്. എന്ന് സ്നേഹപൂർവ്വം അമ്പിളി മാമൻ എന്ന് എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. എന്ന് സ്നേഹപൂർവ്വം ചന്ദ്രൻ എന്നോ എന്തോ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 4 ഡയറി. ആബിദയും പട്ടൂസിനെയും ഓർമ്മയില്ലേ? ചരട് പൊട്ടിപ്പോയ പട്ടൂസ് മാനത്ത് കരഞ്ഞു നടന്നതും അമ്പിളി മാമൻ മേടക്കാറ്റിനെ ഫോൺ വിളിച്ചു വരുത്തിയതും മേടക്കാറ്റിന്റെ തോളത്തേറി പട്ടൂസ് ആബിദയുടെ അടുത്തെത്തിയതും ഓർമ്മയില്ലേ? ഈ സംഭവങ്ങളെല്ലാം ആബിദ തന്റെ ഡയറി കുറിപ്പിൽ എഴുതി. അവൾ എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്നാണല്ലേ എഴുതേണ്ടത്. അപ്പം ഡയറി എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം കൂട്ടുകാരെ? ഡേറ്റ് എഴുതണമല്ലേ. അപ്പൊ ദിവസവും ഡേറ്റും കൃത്യം എത്രയാണെന്ന് നിങ്ങൾ എഴുതുക. then എന്തൊക്കെ നമുക്ക് എഴുതാം, ഇവിടെ എഴുതാം നമുക്ക്. ഇന്ന് ഞാനൊരു പട്ടത്തെ ഉണ്ടാക്കി. ആ പട്ടത്തിന്റെ പേരാണ് പട്ടൂസ്. അല്ലെങ്കിൽ ഞാൻ ആ പട്ടത്തിനൊരു പേരിട്ടു. എന്തായിരുന്നു? പട്ടൂസ്. ഞാൻ അവനെ പറത്തി കളിക്കുകയായിരുന്നു. പട്ടൂസ് എന്നോട് ചോദിച്ചു, ഞാൻ കുറച്ചു നേരം ആകാശത്ത് പറന്നോട്ടെ എന്ന്. ശരി, നീ പറന്നോ എന്ന് ഞാനും പറഞ്ഞല്ലേ. രാത്രിയാവും മുമ്പേ വരണമെന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആ നൂല് പൊട്ടിയിട്ട് എന്ത് ചെയ്തു, പട്ടം പറന്നു പോയല്ലേ. ഞാൻ വിചാരിച്ചു ഇനി അവൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന്. എനിക്ക് വളരെയധികം സങ്കടമായി. ഞാൻ ചോറ് കഴിക്കാതെയാണ് അന്ന് ചോറ് കഴിക്കാതെ കിടന്നുറങ്ങി. അപ്പോഴാണ് ഒരു തണുത്ത കാറ്റ് എന്നെ ഉമ്മ വെച്ച് പോയത്. ഞാൻ എഴുന്നേറ്റപ്പോൾ അതാ പട്ടൂസ്. എനിക്ക് സന്തോഷമായി എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറിയിൽ എഴുതാമല്ലേ. അല്ലെങ്കിൽ എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? യാത്രാ വിവരണമാണല്ലേ. നീലഗിരി കുന്നിലൂടെ പൈതൃക തീവണ്ടിയിൽ യാത്ര ചെയ്തൊരു കൂട്ടുകാരുടെ അനുഭവ പാഠഭാഗത്തിൽ കൂട്ടുകാർ വായിച്ചറിഞ്ഞല്ലോ. നേരിൽ കാണുന്നത് പോലെ എത്ര രസകരമായിരുന്നു വിവരണം. ഇത്തരത്തിലുള്ള യാത്രാനുഭവങ്ങൾക്കും കൂട്ടുകാർക്കും ഉണ്ടായിട്ടില്ലേ? അപ്പോൾ കൂട്ടുകാരുടെ മറക്കാനാവാത്ത ഒരു യാത്രാ അനുഭവം വിവരണമായി എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രവർത്തനം നിങ്ങൾക്ക് സ്വയം ചെയ്യാമല്ലോ. എന്താണ്? നിങ്ങളുടേതായ ഒരു യാത്രാ വിവരണം ഇവിടെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സംഭാഷണം എഴുതാമെന്നുള്ളതാണല്ലേ. അപ്പോൾ മേടക്കാറ്റിന്റെ തോളിൽ കയറി ആബിദയുടെ അരികിൽ തിരികെ എത്തിയ പട്ടൂസിനും ആബിദയ്ക്കും പങ്കുവയ്ക്കാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവില്ലേ? എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക, എഴുതി നോക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പട്ടൂസും ആബിദക്കുട്ടിയും കൂടി എന്താവും സംസാരിച്ചിട്ടുണ്ടാവുക? ആബിദക്കുട്ടി ചോദിക്കും, നിന്നെ ആരാണ് വീട്ടിലെത്തിച്ചതെന്ന് ചോദിക്കല്ലോ. അപ്പൊ പട്ട എന്ത് പറയും? എന്നെ മേടക്കാറ്റാണ് വീട്ടിലെത്തിച്ചത്. അപ്പൊ ആബിദക്കുട്ടി ചോദിക്കുകയാണ്, നിനക്ക് പേടിയായോ? അപ്പൊ എന്താവും പട്ടം പറയാം? പേടിയാവാതെ ഞാന് ആകെ പേടിച്ചു പോയെന്ന് പറയല്ലേ. ആബിദക്കുട്ടി ചോദിക്കുക, എന്താ അങ്ങനെയെന്ന് ചോദിക്കില്ല. അപ്പം പട്ടം പറയും, അവിടെ കൂരിരുട്ടായിരുന്നു ആബിദക്കുട്ടി, ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ. അപ്പൊ പട്ടം പറയാണ്, നീ എന്നോട് ക്ഷമിക്കണം. ആബിദക്കുട്ടി പറയണ, അത് സാരമില്ല. പട്ടം അങ്ങനെ എന്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോൺവെർസേഷൻ ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ കഥ പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഇരുളൻ കാട്ടിലെ രാജാവാണ് സിംഹം. കാട്ടിലെ ജന്തുക്കൾ രാജാവിനോട് ഒരു സ്കൂൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. സിംഹം സമ്മതിച്ചു. തുള്ളൻപാറയിലെ മടയിലാവാം സ്കൂൾ. ചിന്നൻ കുറുക്കൻ അഭിപ്രായപ്പെട്ടു, അത് ശരി, പക്ഷേ സ്കൂളിൽ ടീച്ചർമാർ വേണ്ടേ? കുഞ്ഞനുറുമ്പിന്റെ ചോദ്യം കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. ആരാണ് ടീച്ചർ ആവുക? ഓരോരുത്തരും തലപുകഞ്ഞ് ആലോചിച്ചു. അപ്പൊ ഹെഡ് മാസ്റ്റർ വേണ്ടേ? കടുവ കുഞ്ഞും ചോദിച്ചു. ഹാജർ പുസ്തകമില്ലാതെ പറ്റൂ? കുയിലിന്റെ വേവലാതി ഉയർന്നു കേട്ടു. കഥ പൂർത്തിയാക്കും.
അപ്പോൾ ഇതുപോലൊരു പ്രവർത്തനം നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ബാക്കിയുള്ള ഭാഗം എഴുതി കഥ പൂർത്തീകരിക്കുക. അപ്പോൾ ഒരു ടൈറ്റിലും കൂടി കൊടുക്കുക. ഓക്കെ, ഒരു തലക്കെട്ടും കൂടി കൊടുക്കുക. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.